ഹായ്. എസ് പി അരുളാണ്. തിരുവനന്തപുരം നഗരസഭയിൽ വ്യാപകമായിട്ടുള്ള പിൻവാതിൽ നിയമനം. കുറച്ച് വിവരങ്ങളൊക്കെ ലഭിച്ചു വരുന്നുണ്ട്. അതിന്റെ തെളിവുകൾ കൂടി വരും ദിവസങ്ങളിലേക്ക് അങ്ങോട്ട് പുറത്തുവിടാൻ പറ്റുമെന്ന് കരുതുന്നു. എന്തായാലും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്, നാട്ടിക്കിടക്കുന്ന സകലമാന സംഖ്യകളെയും പിടിച്ച് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് ഭരണമോ നടക്കുന്നില്ല, നഗരമോ വൃത്തിയാക്കുന്നില്ല. മൊത്തത്തിൽ താളം തെറ്റിയ അവസ്ഥയാണ്. ആറ്റുകാൽ പൊങ്കാല ഇങ്ങ് വന്നെത്തി. ഒരു ചുക്കും ഇതുവരെ ചെയ്തിട്ടില്ല. ഫണ്ട് ദൂർത്തടിച്ച് ഡൽഹിയിലൊക്കെ പോയി കറങ്ങി തിരിച്ചു വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ കയ്യും കാലൂട്ട് അടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നാട്ടിൽ കിടക്കുന്ന പല സംഖ്യകളെ, ഞാൻ വി വി രാജേഷിൻ്റെ കൊച്ചച്ഛൻ്റെ മോൻ, ഞാൻ വി വി രാജേഷിൻ്റെ മാമൻ്റെ മോൻ, വി വി രാജേഷിൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മോൻ തുടങ്ങി പലരെയും, അതായത് തലസ്ഥാനത്തെ ഒരു ജോലിയില്ലാതെ വായി നോക്കിക്കൊണ്ടിരുന്ന സംഖ്യകൾക്കാണ് പലർക്കും ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് വ്യാപകമായിട്ട് തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ എന്തൊരു നിശബ്ദതയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട്. പലരെയും നേതാക്കന്മാർ ഇപ്പോൾ ഓരോ നിയമനങ്ങൾക്ക് വേണ്ടി നഗരസഭയ്ക്കകത്ത് കിടന്ന് തള്ളുകയാണ്. ആകെ അവിടെ ഇപ്പോൾ തള്ളലെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ഒരു കാര്യവും നടക്കുന്നില്ല. ഈ നിയമനങ്ങൾ എങ്ങനെ സംഘികളുടെ കുടുംബങ്ങളിലേക്ക് നടത്താമെന്നതിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്തുള്ള പലരും അതിനു വേണ്ടിയുള്ള വ്യാപകമായ ശ്രമം നടക്കുന്നുണ്ട്. ചിലർ ടെക്നോ പാർക്കിലെ ജോലി വരെ ഉപേക്ഷിച്ച് തിരുവനന്തപുരം നഗരസഭയിലേക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നു എന്ന വിവരം കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. അതായത് ആദ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഈ ഫണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിക്കാമെന്നതിൻ്റെ ആലോചനയാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ഒരു മാസമായിട്ടും വലിയ വാചകമടിക്കപ്പുറം എന്താണ് നടന്നത്? അവിടെ തെരുവ് നായെ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇറങ്ങി നോക്കൂ. മാലിന്യ മുക്തമായിട്ടുണ്ടോ നഗരം? ഇല്ലല്ലോ. ഇന്നലകളിൽ ആ നഗരം എത്ര മനോഹരമായിരുന്നു. ഇന്നിപ്പോൾ നാട്ടുകാർക്ക് ഇങ്ങനെ മൂക്കും പിടിച്ചുകൊണ്ടല്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തിരുവനന്തപുരം നഗരത്തിൽ നോക്കുകയാണെങ്കിൽ ശുചിത്വം അല്ലെങ്കിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ താളം തെറ്റിയ അവസ്ഥയിലാണ്. മലിനജലം റോഡിൽ കൂടെ ഒഴുകുകയാണ്. അതായത് ഇന്നലകളിൽ എന്തായിരുന്നു നഗരം നമ്മൾ കണ്ടിരുന്നത്, ആ നഗരമേ അല്ല. ഇന്നിപ്പോൾ നാറാത്തത് നാറുമെന്ന് പറഞ്ഞാൽ നഗരത്തിൽ നോക്കിയാൽ മതി. ഡ്രെയിനേജ് പൊട്ടി ഒലിച്ചിട്ട് നോക്കാൻ ആളില്ല. ഒരു മാസം എന്താണ് ആകുന്നതിന് മുന്നോടിയായിട്ട് ഡൽഹി ടൂറായിരുന്നു ഒരാഴ്ച. ആ ഒരാഴ്ച ഡൽഹി ടൂറൊക്കെ നടത്തി തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് ദിവസം അതിൻ്റെ റെസ്റ്റ് ആയിരുന്നു, ക്ഷീണമായിരുന്നു. റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്നതിന് ശേഷം ആദ്യം ചെയ്യാൻ പോകുന്ന പ്രവർത്തനം ആരെയൊക്കെ നമ്മളുടെ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് തിരികെ കയറ്റാം. ഇതല്ലാതെ തിരുവനന്തപുരം നഗരസഭ ചെയ്ത ഈ ഒരു മാസത്തിനിടയിൽ ഒരു പുതിയ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ അവർ ഒരു പ്രഖ്യാപിച്ച അല്ലെങ്കിൽ നടപ്പാക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ ഇതുവരെയെങ്കിലും കേട്ടോ? എവിടെയെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഒന്നും കേട്ടില്ലല്ലോ. ആകെ നിങ്ങൾ കേട്ടു തെരുവുനായ ഇതാ നിർമ്മാർജ്ജനം ചെയ്യുന്നു എന്ന പേരിൽ കുറച്ച് തലസ്ഥാനത്ത് കുറച്ച് തെരുവുനായെ പിടിച്ചിട്ട് ഒരു പഞ്ചായത്തിൽ ഒരു ഇതിൽ കൊണ്ടുവന്ന് തള്ളിക്കൊടുത്തു. ഇതല്ലാതെ എന്താണ് ഈ ഇത്രയും ദിവസത്തിനിടയിൽ തിരുവനന്തപുരം നഗരസഭ നിങ്ങളുടെ കണ്ണാലെ കാണാൻ പറ്റിയ ഒരു കാര്യം ചെയ്തതായിട്ട് പറയൂ? ഒരു സർക്കാരിന് പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ ഇനി 5 വർഷം ഞങ്ങൾ ഇങ്ങനെയാണ്. ഇപ്പോൾ പാലക്കാട് നഗരസഭ നിങ്ങൾ എടുക്കും. അവിടെ തുടർച്ചയായിട്ട് 3-ാം ടേണാണ് അവിടെ BJP ഭരിക്കുന്നത്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പുരസ്കാരം ഇതുവരെ പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് കിട്ടിയിട്ടുണ്ടോ? അതായത് മികച്ച ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഒരു പുരസ്കാരം അവർക്ക് കിട്ടിയിട്ടുണ്ടോ? എവിടെ കിട്ടാൻ? അതിനവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ്? ജാതീയതയും മത ധ്രുവീകരണം, മതവർഗീയത ഇത് ചെയ്യാൻ വേണ്ടി ഒരു ഭരണസമിതി ഉപയോഗിക്കുന്നു. അവർക്ക് ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ അവർ സ്വാധീനം ഉണ്ടാക്കിയിട്ട് ഭരിക്കുന്നു എന്നതിനപ്പുറം ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളിലേക്കൊക്കെ എത്തേണ്ട എന്തെങ്കിലും സഹായങ്ങളോ അതുമായി ബന്ധപ്പെട്ട് നഗരസഭ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ഇത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടേണ്ട അവരുടെ അവകാശങ്ങളുടെ കാര്യത്തിലോ എന്തെങ്കിലും മാറ്റം? അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ ഇതാ ഞങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ആദ്യത്തെ പദ്ധതി ബ്ലൂ പ്രിന്റ് വന്ന് ആര് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മുടെ നാട്ടിൽ അതിവേഗ റെയിൽപാത പ്രഖ്യാപിച്ചു. ഒന്നിനും അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ഡൽഹി പോയിട്ട് വന്നിട്ട് എന്താണ് താലത്തിൽ വാങ്ങിക്കൊണ്ടുവന്നത്? അത് അവരുടെ കുടുംബത്തിലേക്ക് വേണ്ടി നല്ല പർച്ചേസിങ് നഗരസഭയുടെ ഫണ്ടൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുകയില്ലേ, നമുക്ക് ദൂർത്തടിച്ച് അങ്ങ് നടക്കാമല്ലോ. അങ്ങനെ അവരെല്ലാം കൂടി ട്രെയിനിലൂടെ അങ്ങോട്ട് കയറി ഉല്ലസിച്ച് നഗരസഭയ്ക്ക് നല്ല നഷ്ടം ഉണ്ടാക്കി ജനങ്ങൾക്ക് വലിയ കഷ്ടപ്പാടും ഉണ്ടാക്കിയതിന് ശേഷം വന്നതിന് ഇവിടെ തലസ്ഥാനത്ത് എത്തിയതിന് ശേഷം ആദ്യത്തെ തീരുമാനമായിട്ടാണ് നാട്ടിൽ കിടക്കുന്ന സംഖ്യകളെല്ലാം ഇങ്ങോട്ട് വരും, നിങ്ങൾക്ക് കോർപ്പറേഷനിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ തിരികെ കയറ്റാൻ പറ്റുന്നിടത്ത് തിരികെ കയറ്റിക്കൊണ്ട് ഇന്നലകളിൽ പുറത്തു നിന്നുകൊണ്ട് നഗരസഭയിൽ പിൻവാതിൽ നിയമനം നടത്തുന്നേ എന്ന് മോങ്ങുന്നവർ ഇങ്ങനെ പിൻവാതിൽ നിയമനം നടത്തുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? വാർത്ത വരേണ്ടതല്ലേ? അപ്പോൾ ഈ കൊച്ചച്ഛൻ്റെ മക്കളും കുഞ്ഞമ്മയുടെ മക്കളും അല്ലെങ്കിൽ മാമൻ്റെ മക്കളും വല്യപ്പൻ്റെ മക്കളും പലരും ഇന്നിപ്പോ നഗരസഭയിലേക്ക് ജീവനക്കാർ ഇപ്പൊ നിയമനങ്ങൾ എത്രയെണ്ണം നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് വിവരം കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും ചില നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് വ്യാപകമായി നടക്കാൻ വേണ്ടി സംഘികൾ പോസ്റ്റിങ്ങിന് വേണ്ടി അവിടെ കിടന്ന് തള്ളുകയാണ്.
അങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു വിവരം കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിൽ അധികാരം കിട്ടിയതിനു ശേഷം ഒരു കാര്യവും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാതെ സ്വന്തം ആൾക്കാരെ തിരികെ കയറ്റാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ് മാത്രം നടക്കുന്നുവെന്ന് അവിടെ അകത്തു നിന്നുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും.